ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയൻ വേദഭാഗം പുതുഞായറാഴ്ചയ്ക്ക് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. ഇവിടെ നാം വായിക്കുന്ന ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഏവൻഗേലിയൻ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി നമുക്ക് പ്രധാനപ്പെട്ട ചിന്തകളെ കാണാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെയുള്ള നിത്യജീവൻ, എറ്റേണൽ ലൈഫ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസം എന്നത് കേവലം ഒരു ബൗദ്ധിക അംഗീകാരം, മറിച്ച് ക്രിസ്തുവുമായുള്ള ആഴമായ ഐക്യമാണ്. ഈ വചനത്തിലൂടെ കർത്താവ് ഉറപ്പ് നൽകുന്ന നിത്യജീവൻ എന്നത് ഭാവിയിൽ ലഭിക്കേണ്ട ഒന്നല്ല, മറിച്ച് വിശ്വസിക്കുന്ന നിമിഷം തന്നെ വിശ്വാസിയിൽ ആരംഭിക്കുന്ന ഒന്നാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മരണത്തെ അതിജീവിക്കുന്ന ജീവൻ്റെ ഉറവിടമായി മാറുന്നു. നിത്യതയുടെ അനുഭവം ഭൂമിയിൽ വെച്ച് തന്നെ ആസ്വദിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധനായ എഫ്രേം പറയുന്നത്, വിശ്വാസം ഒരു കണ്ണാടി പോലെയാണ്, അതിലൂടെ നാം അദൃശ്യനായ ദൈവത്തിൻ്റെ സൗന്ദര്യം ദർശിക്കുന്നു. വിശ്വസിക്കുന്നവൻ തൻ്റെ ഉള്ളിൽ തന്നെ ജീവൻ്റെ ഉറവയെ വഹിക്കുന്നു. വിശുദ്ധനായ അലക്സാന്ദ്രിയയിലെ അത്താനാസിയോസ് പറയുന്നത്, ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവമാക്കാനാണ്. ഈ ഉദ്ധരണി വിശ്വാസത്തിലൂടെ നാം പ്രാപിക്കുന്ന നിത്യജീവൻ്റെ ഉന്നതിയെ കാണിക്കുകയാണ്. വിശുദ്ധ സ്വർണ്ണനാവുകാരൻ ഇവാനിയോസ് പറയുകയാണ്, വിശ്വാസമാണ് ആത്മാവിൻ്റെ നങ്കൂരമെന്ന്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൽ നിത്യജീവനുള്ള പ്രത്യാശ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളത് ഇതിൽ വ്യക്തമാക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ് പ്രധാനം. നിത്യജീവൻ എന്നത് ദാനമാണെന്നും അത് വിശ്വാസത്തിലൂടെ മാത്രമേ സ്വീകരിക്കാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയണം. ഈ ലോകത്തിൻ്റെ താൽക്കാലിക നേട്ടങ്ങളെക്കാൾ ഉപരിയായി ആത്മീയമായ ജീവനെ മുറുകെ പിടിക്കാനും നാം തയ്യാറാണ്. ആയതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത ഇവിടെ പറയുകയാണ് വിശ്വാസത്തിലൂടെ നിത്യജീവൻ നേടിയെടുക്കാൻ സാധിക്കും. വിശ്വാസത്തിലൂടെ നിത്യജീവൻ നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് വിശ്വസിക്കുവാൻ തയ്യാറാകണം. വിശ്വാസത്തിൻ്റെ ധീരന്മാർ നമ്മളെ പഠിപ്പിക്കലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴവും ജീവിതത്തിൻ്റെ അർത്ഥവും വളരെ വലുതാണ്. അവിശ്വാസത്തിൻ്റെ ഇരുളിനെ നീക്കി ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ മുറുകെ പിടിക്കാൻ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായി, വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന നിത്യജീവൻ ദൈവത്തിൻ്റെ പരമമായ കരുണയുടെ അടയാളമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ചിന്ത ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രോമിസ് ഓഫ് എറ്റേണൽ ലൈഫ്. നിത്യജീവൻ്റെ വാഗ്ദാനം ഇവിടെ നൽകുകയാണ്. നിത്യജീവൻ ഭാവിയിൽ മാത്രമല്ല, ഇപ്പോൾ തന്നെ ആരംഭിക്കുന്ന ഒരു അനുഭവമാണ്. ഓരോ സമയവും ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിൽ എപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു അപ്പം നിത്യജീവൻ കിട്ടും. പിന്നീട് കിട്ടുമെന്നല്ല, നിത്യജീവൻ അവകാശികളായി തീർന്നു. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് പെട്ടെന്ന് നിത്യജീവൻ ലഭിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിത്യജീവൻ്റെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ വലതുഭാഗത്തെ കള്ളന് വിശ്വസിച്ച ഉടനെ തന്നെ നിത്യജീവൻ ലഭിച്ചത്. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നിത്യജീവൻ നമുക്ക് ലഭിക്കുവാനായിട്ട് ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. മൂന്നാമത്തെ ചിന്ത, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. കർത്താവിനെ വിശ്വസിച്ച് അവനുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നത്? അത് പ്രാർത്ഥനയിലൂടെയും വേദവായനയിലൂടെയും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, ദൈവം നൽകുന്ന ഈ ദാനത്തെ, ആ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം അത് കാത്തു സൂക്ഷിക്കുവാനും അത് ബന്ധം പുതുക്കുവാനും നമുക്ക് സാധിക്കണം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നിത്യജീവൻ എന്നത് മനുഷ്യൻ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണ്. വിശ്വസിക്കുക എന്ന ചെറിയ കാര്യത്തിന് പകരമായിട്ട് നിത്യത എന്ന വലിയ സമ്മാനമാണ് ദൈവം നൽകുന്നത്. ഇത് ദൈവത്തിൻ്റെ അളവറ്റ കരുണയും സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നു. നാം അർഹിക്കാത്ത ഈ ദാനം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാണ്. വിശുദ്ധനായ ഐറേനിയസ് പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം ജീവനുള്ള മനുഷ്യനാണ്, മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ദർശനമാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഇത് സ്വന്തം പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഉറപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനം നിത്യജീവനാകുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ
ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അഹങ്കാരത്തിന് സ്ഥാനമില്ലെന്ന് നാം മനസ്സിലാക്കണം. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവസന്നിധിയിലേക്ക് ആയിരിക്കുമ്പോൾ ദൈവം നൽകുന്ന നിത്യജീവൻ എന്ന ദാനം നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കുന്നു. ഈ ദാനം സ്വീകരിക്കാൻ വേണ്ടത് എളിമയും വിശ്വാസവുമാണ്. ലോകം നൽകുന്ന സമ്മാനങ്ങൾ നശ്വരമാണ്, എന്നാൽ ദൈവം നൽകുന്നത് ശാശ്വതമാണ്. ഈ ദാനത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. 4-ാമത്തെ ചിന്ത നിത്യജീവൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിയുമ്പോൾ മരണത്തോടുകൂടി എല്ലാം അറ്റുപോകുമെന്ന് പഠിപ്പിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ 4-ാമത്തെ ചിന്തയ്ക്ക് വളരെ പ്രധാനമുണ്ട്. അതായത് മരണത്തിൽ നിന്നുള്ള വിടുതൽ, ഫ്രീഡം ഫ്രം ദ ഫിയർ ഓഫ് ഡെത്ത്. ഇന്ന് മരണത്തെ എല്ലാവർക്കും ഭയമാണ്. മരണം ഒരു അവസാനമല്ല, മറിച്ച് നിത്യതയിലേക്കുള്ളൊരു മാറ്റമാണെന്ന് ഈ വചനം പഠിപ്പിക്കുക. വിശ്വസിക്കുന്നവന് മരണത്തിൻ്റെ വിഷയം കളയാൻ ക്രിസ്തുവിന് സാധിക്കും. ഈ ലോകത്തിൽ ജീവിതം കേവലം ഒരു ഒരുക്കമാണെന്ന്, യഥാർത്ഥ ജീവിതം നിത്യജീവിതത്തിലാണ് നാം ഈ വിശ്വാസി തിരിച്ചറിയണം. വിശുദ്ധനായ അന്തോണിയോസ് പറയുകയാണ്, മരണത്തെ എല്ലാ ദിവസവും പ്രതീക്ഷിക്കുക, എന്നാൽ അതിനെ ഭയപ്പെടരുത്, കാരണം ക്രിസ്തു നിത്യജീവനാകും. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ മരണമേ നിന്റെ ജയം എവിടെ എന്ന വചനവും, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. വചനം പറയുന്നത് മരണം എന്തൊരു വാതിലാണെന്ന്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള വേവലാതികൾ വെടിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇത് മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവനുണ്ട്, അത് നിത്യജീവനാണെന്ന് കൂടി ഈ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. മരണമെന്നത് ആത്മാവിൻ്റെ തടവറയിൽ നിന്നുള്ള മോചനമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉള്ളത് കൊണ്ടാണ് മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും മരണം ഒരു പുതിയ തുടക്കം മാത്രമാണ്. നിത്യജീവൻ എന്ന വാഗ്ദാനം മരണത്തിൻ്റെ കയ്പിനെ മധുരമാക്കി മാറ്റും. ക്രിസ്തു നമ്മളോട് കൂടെയുള്ളപ്പോൾ മരണത്തിന് നമ്മെ ഭയപ്പെടുത്താനാവില്ല. ഈ വിശ്വാസമാണ് രക്തസാക്ഷികൾക്ക് ധൈര്യത്തോടെ മരിക്കാൻ കരുത്ത് നൽകിയത്. 5-ാമത്തെ ചിന്ത ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് എന്ന് പറയുകയാണ്. അതായത് സകലർക്കും വേണ്ടിയുള്ള ക്ഷണം, ദ യൂണിവേഴ്സൽ ഇൻവിറ്റേഷൻ. ഇതൊരു മതവിഭാഗത്തിൽപ്പെട്ടവനോ ജാതിയിൽപ്പെട്ടവനോ വർണ്ണത്തിൽപ്പെട്ടവനോ ഏതെങ്കിലും സമൂഹത്തിൽപ്പെട്ടവനോ അല്ല, മറിച്ച് സകലർക്കും വേണ്ടി. അതാണ് 5-ാമത്തെ ചിന്ത, ദ യൂണിവേഴ്സൽ ഇൻവിറ്റേഷൻ. സകലർക്കും ക്രിസ്തു നിത്യജീവൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്ന് പല മതസ്ഥരും അവർക്ക് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ പല സമൂഹങ്ങളും അവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്വർഗം ലഭിക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവൻ നൽകുന്നതാണ്. നിസായിലെ ഗ്രിഗോറിയോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും സൂര്യനെ പോലെയാണ്, കണ്ണു തുറക്കുന്നവൻ അത് കാണുന്നു. വചനം പറയുകയാണ്, ദൈവം പക്ഷപാതമുള്ളവനല്ല, ദാഹിക്കുന്നവൻ വരട്ടെ എന്നാണ് പറയുന്നത് കർത്താവ്. അപ്പോസ്തല പ്രവൃത്തികളിലൂടെ ലോകത്തിൻ്റെ അറ്റം വരെ പോയി സുവിശേഷം അറിയിക്കാൻ പറയുകയാണ്. സൂര്യൻ എല്ലാവർക്കും ഒരുപോലെ ഉദിക്കുന്നത് പോലെ, കടൽ എല്ലാ പുഴകളെയും സ്വീകരിക്കുന്നത് പോലെ, കാറ്റ് എല്ലാവർക്കും ലഭിക്കുന്നത് പോലെ നിത്യജീവൻ എല്ലാവർക്കും ലഭിക്കുമെന്നാണ് കർത്താവ് നമ്മോട് പറയുകയാണ്. ദൈവസന്നിധിയിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലുള്ള സകലരും രക്ഷ പ്രാപിക്കണമെന്നാണ്. സാർവത്രിക രക്ഷയുടെ സന്ദേശമാണ് ഈ വചനം നൽകുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ക്രിസ്തു നൽകുന്ന രക്ഷ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാനും പകർന്നു കൊടുക്കുവാനും അതോടൊപ്പം തന്നെ അവരെയും ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കണം. ഇതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവന് സകലർക്കും രക്ഷയുണ്ടാകും. അവനിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിക്ക് മാത്രം രക്ഷയുണ്ടാകുമെന്നല്ല, അവനിൽ വിശ്വസിക്കുന്ന സുറിയാനിക്കാരന് മാത്രം രക്ഷയുണ്ടാകുമെന്നല്ല, അവനിൽ വിശ്വസിക്കുന്ന മലയാളത്തിലുള്ളവർക്ക് മാത്രം രക്ഷയുണ്ടാകുമെന്നല്ല, സകലർക്കും രക്ഷയുണ്ടാകുമെന്നാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ എല്ലാവരും ഒന്നായിത്തീരുന്ന നിത്യതയെ നമുക്ക് സ്വപ്നം കാണാം. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്കെല്ലാവരെയും ഈ നിത്യജീവൻ ലഭിക്കുവാനായിട്ട് അവരെയും ചേർത്ത് വയ്ക്കാം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. 6-ാമത്തെ ചിന്ത പറയുകയാണ്, ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ദ അബ്സല്യൂട്ട് ട്രൂത്ത്, ഉറപ്പുള്ള സത്യമാണ് ക്രിസ്തു പറയുന്നത്.
ക്രിസ്തു ഒരു കാര്യം അരുളി ചെയ്യുമ്പോൾ സത്യം സത്യമായി എന്ന് ആവർത്തിക്കുന്ന അതിൻ്റെ ഗൗരവത്തെയും അചഞ്ചലതയും സൂചിപ്പിക്കുന്നു. ഇതൊരു കേവലം ഒരു പ്രസ്താവനയില്ല, മറിച്ച് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. കേൾവിക്കാരൻ്റെ ശ്രദ്ധയെ പൂർണ്ണമായി വചനത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ഈ ആമുഖം സഹായിക്കുന്നു. സംശയത്തിന് ഇടയില്ലാത്ത വിധം ദൈവിക സത്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, ക്രിസ്തു സത്യമാകുന്നു, അവിടുന്ന് സത്യം അത് ആവർത്തിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനേക്കാൾ ഉറപ്പുള്ള വാഗ്ദാനമായി മാറുന്നു. ആയതുകൊണ്ട് വചനം തന്നെ പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ദൈവവചനത്തെ സംശയമില്ലാതെ സ്വീകരിക്കുവാനായിട്ടാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ഈ 6ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ലോകം നൽകുന്ന വാഗ്ദാനങ്ങൾ മാറിപ്പോയേക്കാൻ, എന്നാൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഒരിക്കലും മാറില്ല. അവിടുത്തെ സത്യത്തിൽ ചുവടുറപ്പിക്കുന്ന ആത്മീയ ജീവിതത്തിന് ശക്തി നൽകുന്നു. ദൈവം സംസാരിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ നിയമത്തെക്കാൾ ശക്തമാണ്. ആമേൻ ആമേൻ എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന ഈ പ്രയോഗം ദൈവത്തിൻ്റെ മുദ്ര പതിപ്പിച്ച സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം ഈ ഉറപ്പുള്ള വചനമായിരിക്കണം. ഈ ചിന്തയിലൂടെ നാം മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് ജീവൻ്റെ അടിസ്ഥാനമാണെന്ന്. അവിടുന്ന് സത്യത ആവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താനാണ്. ലൗകിക അറിവുകളേക്കാൾ ഉപരിയായി ദൈവവചനത്തെ വിശ്വസിക്കാൻ നാം തയ്യാറാകണം. ഈ സത്യം നമ്മുടെ ആത്മാവിന് നിത്യമായ സമാധാനം നൽകുന്നു. വചനത്തിൻ്റെ വിശ്വസതയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇത് വലിയ പ്രത്യാശയാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ വചനത്തോട് ചേർന്നിരുന്ന് ഓർമ്മിപ്പിക്കട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കുകയും സത്യം പറയുകയും സത്യത്തിന് വേണ്ടി ആയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7ാമത്തെ ചിന്ത കർത്താവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിടെ അധികാരത്തിലാണ് സംസാരിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം പറയുന്നതെല്ലാം, അല്ലെങ്കിൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു പറയുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ പറയുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതവിടുത്തെ ദൈവത്വത്തിൻ്റെ വലിയ തെളിവാണ്. ജീവൻ നൽകാനും അത് വാഗ്ദാനം ചെയ്യാനും അധികാരമുള്ള ഏക വ്യക്തി താനാണെന്ന് ക്രിസ്തു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നാൻസിയൻസിലെ ഗ്രിഗോറിയോസ് പറയുകയാണ്, പുത്രൻ സംസാരിക്കുന്ന പിതാവിൻ്റെ അധികാരത്തിലാണ്, കാരണം അവിടുന്ന് പിതാവിനോട് സത്തയിൽ ഒന്നാകുന്നു. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ്. ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾ ലോകത്തിൻ്റെ മറ്റൊരു തത്വശാസ്ത്രത്തോടും താരതമ്യം ചെയ്യരുത്. അവിടുത്തെ വാക്കുകൾക്ക് സകല ചരാചരങ്ങളുടെയും മേൽ അധികാരമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അവസാന വാക്ക് ക്രിസ്തു ആയിരിക്കണം. പ്രിയമുള്ളവരെ, ഈ ശിഷ്യന്മാർ അനേകരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ക്രിസ്തു നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചാണ്. ആയതുകൊണ്ട് നമ്മൾ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ എന്ന നിന്റെ തിരുനാമം എന്ന് പല പ്രാവശ്യം നമ്മൾ നിന്റെ നിത്യമായ നാമത്താൽ എന്നിങ്ങനെ അനേക പ്രാവശ്യം നാമം എന്ന ഈ ക്രിസ്തുവിൻ്റെ നാമം, അവിടുത്തെ നാമത്താൽ എന്നൊക്കെ പറഞ്ഞ് എന്നുള്ള വാക്കുകളാൽ പ്രാർത്ഥനകളുണ്ട്. ഈ അധികാരമാണ് നമ്മുടെ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ലിറ്റർജികളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യൻ നൽകുന്ന വാഗ്ദാനങ്ങൾ സാഹചര്യം കൊണ്ട് മാറിയേക്കാം, എന്നാൽ ക്രിസ്തു നൽകുന്ന ഈ വാഗ്ദാനം അവിടുത്തെ ദൈവത്വത്തിൽ അധിഷ്ഠിതമാണ്. ഞാൻ എന്ന ആധികാരികമായ പ്രയോഗം വഴിയാണ് താനാണ് ജീവൻ്റെ ഉടയവനെന്ന് കർത്താവാൽ തെളിയിക്കുകയാണ്. അവൻ്റെ ഈ അധികാരമുള്ള നാമം നാം എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കും ശിഷ്യന്മാരെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ യേശു നാമം നമ്മളെടുത്ത് യേശുവിൻ്റെ നാമത്താൽ, ദൈവത്തിൻ്റെ നാമത്താൽ, തൃത്വനാമത്താൽ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്താൽ ഒരു പുരോഹിതനെ ആശീർവദിക്കുന്നതിന് ആ നാമം ഉപയോഗിച്ചാണ്, ആ തൃത്വനാമം ഉപയോഗിച്ചാണ്. അപ്പോൾ അധികാരമുള്ള ആ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ അധികാരപൂർണമായി വാക്കുകൾക്ക് മുമ്പിൽ നാം വിനീതരാകണം. അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അവിടുന്ന് തന്നെ നടപ്പിലാക്കാൻ ശക്തനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി യേശുവിനെ അംഗീകരിക്കുമ്പോൾ അവിടുത്തെ വാക്കുകൾ നമുക്ക് നിയമമായി മാറുന്നു. നിത്യജീവൻ നൽകാനുള്ള അവിടുത്തെ അധികാരത്തിൽ വിശ്വസിക്കുന്നത് ഭയമില്ലാതെ ജീവൻ നൽകുന്നു. ആ അധികാരത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. 8ാമത്തെ ചിന്ത പറയുകയാണെങ്കിൽ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ആത്മീയ പരിവർത്തനം. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് പറയുകയാണ്. അതായത് ഒരുവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മാറുകയാണ്. നിത്യജീവനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ്റെ ചിന്താഗതികളും സ്വഭാവം മാറുന്നു. പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യനെ അവൻ തീരുകയാണ്.
പ്രിയമുള്ളവർ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് ജീവിതത്തിലുണ്ടായത്. മേരി പോകുന്ന യാക്കോബായ പള്ളിയിൽ എനിക്കും പോകണമെന്ന്, മത്തായി പ്രാർത്ഥിക്കുന്ന യേശുവിനോട് എനിക്കും പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്ത്യാനി അല്ലാത്ത ഒരുത്തൻ പറയുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മളിൽ എന്ത് മാറ്റമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നോമ്പെടുക്കുന്നില്ല, ദൈവികമായ ചിന്തയിലേക്ക് വരുന്നില്ല. പള്ളിയിൽ പോയിട്ട് അപ്പൻ എന്തു മാറ്റം, അമ്മയ്ക്ക് എന്തു മാറ്റം, വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് വീട്ടുകാർക്ക് എന്തു മാറ്റമെന്ന് പുതിയ തലമുറ കാണുമ്പോൾ മാറ്റപ്പെടേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഈ മാറ്റമാണ് നാം നിത്യജീവന്റെ അവകാശികളാണെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം. വിശുദ്ധനായ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന പിതാവായ മക്കാറിയോസ് മിസ്രൈമിലെ മരുഭൂമിയിൽ കോപ്റ്റിക് പിതാവാണ്. അദ്ദേഹം പറയുകയാണ്, ആത്മാവ് ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നിറയുമ്പോൾ അത് സ്വർഗീയ സ്വഭാവം കൈവരിക്കുന്നു. വചനം പറയുകയാണ്, ക്രിസ്തുവിലുള്ളവൻ ഒരു ക്രിസ്തുവിലവൻ പുതിയ സൃഷ്ടിയാകുന്നു. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നമ്മൾ പറയാറുണ്ട് 10 ഗുണം 10 ഗുണമെന്ന്. പുതിയ തുണിയിൽ പഴയ കഷ്ണം തുന്നിച്ചേർക്കരുതെന്ന് പറയുകയാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? നിത്യജീവൻ നമ്മളിൽ ഉണ്ടെന്ന് പറയാൻ വിശുദ്ധിയിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായി നിത്യജീവൻ എന്നത് സ്വർഗത്തിൽ ലഭിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, മറിച്ച് ഭൂമിയിൽ ദൈവത്തെ പോലെ ജീവിക്കാനുള്ള കൃപയാണ്. ഈ കൃപയിൽ നമുക്ക് ഓരോരുത്തർക്കും ദിവസം വളരാം. ക്രിസ്തുവിൻ്റെ ഈ മഹത്തായ വാഗ്ദാനത്തിനായി നമുക്ക് നന്ദി പറയാം. അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. 9ാമത്തെ ചിന്ത പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാനാകുന്നു ജീവന്റെ അപ്പം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാവിൻ്റെ അടിസ്ഥാനമായ പോഷണം, ഫണ്ടമെന്റൽ നറിഷ്മെന്റ്, ആത്മാവിൻ്റെ അടിസ്ഥാനമായ പോഷണമാണ്. ഭൗതിക ശരീരത്തിന് നിലനിൽക്കാൻ അപ്പം ആവശ്യമാണ്. നമ്മുടെ ജീവൻ നിലനിൽക്കാൻ അപ്പം ആവശ്യതുപോലെ ആത്മാവിൻ്റെ നിലനിൽപ്പിന് അപ്പം ആവശ്യമാണ്. അത് ക്രിസ്തുവാണ്. അപ്പം സാധാരണമായി ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. ദൈവം നമുക്ക് പ്രാപ്യനാകാൻ ഏറ്റവും ലളിതമായ രൂപം തിരഞ്ഞെടുത്തു. ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ആത്മീയ മരണം നീങ്ങി യഥാർത്ഥ ജീവൻ ഉണ്ടാകുന്നത്. ഈ വചനം ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവന്റെ നിലനിൽപ്പിന് അപ്പം ആവശ്യമായതുപോലെ ദൈവവചനത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അപ്പമായി തീർന്ന കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. അപ്പം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? വിശുദ്ധ കുർബാനയിലൂടെയാണ്. നമ്മൾ ഇന്ന് എല്ലാ ദിവസവും ഈ ജീവൻ്റെ അപ്പം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പള്ളിയിൽ വന്നിട്ട് വെറുതെ തിരിച്ചു പോവുകയാണ്. സുറിയാനി സഭയുടെ പിതാക്കന്മാർ പറയുകയാണ്, പള്ളിയിൽ വന്നതിന് ശേഷം വിശുദ്ധ കുർബാന അനുഭവിക്കാതെ തിരികെ പോയിട്ടുണ്ടെങ്കിൽ, ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ട് മാത്രം പോവുകയാണെങ്കിൽ കടങ്ങളുടെ പുസ്തകത്തിൽ അവരുടെ പേരുകൾ ഇടുമെന്ന സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് പറയുകയാണ്, കർത്താവ് തന്നെ അപ്പമായി നൽകുന്ന അവിടുത്തെ നമുക്ക് അത്രമേൽ ആവശ്യമായതുകൊണ്ടാണ്. അപ്പമില്ലാതെ ശരീരം ക്ഷയിക്കുന്നത് പോലെ ക്രിസ്തുവില്ലാതെ ആത്മാവ് നശിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ആത്മാവിൻ്റെ അപ്പമാണ് വിശുദ്ധ കുർബാന. അത് സ്വീകരിക്കാൻ നമ്മൾ മടിക്കരുത്. അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കൾ ഏത് നാട്ടിൽ ചെന്നാലും വിശുദ്ധ കുർബാനയോടും ബലിപീഠത്തോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് വചനം പറയുകയാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ അപ്പത്തിൽ പങ്കുചേരുന്നവർ ഒരു ശരീരമായി മാറുകയാണ്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുദിനം ക്രിസ്തുവിനെ ആവശ്യമാണ് നാം തിരിച്ചറിയണം. അതെങ്ങനെയാണ്? വിശുദ്ധ കുർബാനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചന കേൾവിയിലൂടെ, വചന വായനയിലൂടെ, വചനം പഠിക്കുന്നതിലൂടെ. അവിടുത്തെ സ്വീകരിക്കാത്ത ആത്മാവെല്ലാം ദരിദ്രമായി പോകും. ലോകത്തിൻ്റെ മായകൾ സംതൃപ്തി കണ്ടെത്താതെ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കണം. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഈ ദിവ്യമായ അപ്പം സ്വീകരിക്കുവാൻ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന ബന്ധത്തിൽ നമുക്ക് ആയിരിക്കാം. 10ാമത്തെ ചിന്ത പറയുകയാണ്, സെൽഫ് റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് വെളിപ്പെടുത്താൻ ഉപയോഗിച്ച് ഞാനാകുന്നു. ഇവിടെ യേശു ആ പദപ്രയോഗം ഉപയോഗിക്കുന്നതിലൂടെ തൻ്റെ ദൈവത്വം ഉറപ്പിക്കുകയാണ്. ഞാനാകുന്നു. യേശുവിടെ പറയുകയാണ്, ഞാനാകുന്നു ജീവൻ്റെ അപ്പം. പഴയ നിയമത്തിൽ അതേ വാചകം തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തു ഉപയോഗിക്കുമ്പോൾ അത് തൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുകയാണ്. താൻ കേവലം ഒരു പ്രവാചകനല്ല, മറിച്ച് ജീവൻ്റെ ഉറവിടമായ സാക്ഷാൽ ദൈവമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ സ്വയം വെളിപ്പെടുത്തൽ മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉച്ചകോടിയാണ്.
വിശുദ്ധനായ അത്താനാസ്യോസ് പറയുകയാണ്, താൻ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിലൂടെ ക്രിസ്തു നമ്മുടെ അജ്ഞതയുടെ ഇരുട്ടിന് നീക്കി സ്വർഗീയ വെളിച്ചം നൽകുകയാണ്. ക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തു ആരാണെന്ന് നമുക്ക് തിരിച്ചറിയണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ല, മറിച്ച് അവിടുത്തെ ഞാനാകുന്നെന്ന വിളി കേട്ട് നാം അവിടുത്തെ അനുഗമിക്കണം. അവിടുത്തെ ദൈവത്തെ അംഗീകരിക്കുക രക്ഷയുടെ ആദ്യപടിയാണ്. ഇന്ന് നമുക്ക് അവൻ ക്രിസ്തു ദൈവമാണെന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരിടമല്ലാതെ സാക്ഷാലോ അഖിലാണ്ടത്തെ മുഴുവൻ മെനഞ്ഞുണ്ടാക്കിയ ദൈവമാണെന്ന് നാം അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവത്തിൻ്റെ പേര് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റെല്ലാ മതവിഭാഗത്തിലും അവരവരുടെ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ക്രിസ്ത്യാനി പലപ്പോഴും മറന്നു പോകുന്ന പേരാണ് യേശു ക്രിസ്തു എന്ന പേര്. ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നുണ്ട്, ജീസസ് ബ്ലെസ് യു എന്ന് നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ നാമം നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവൻ്റെ ആ വലിയ പഴയ നിയമത്തിലെ ദൈവം ഞാനാകുന്നു പറഞ്ഞ അതേ ദൈവം ക്രിസ്തുവാണെന്ന് നാം ഉച്ചത്തിൽ ഏറ്റുപറയുകയും അത് മറ്റുള്ളവരുടെ അടുത്ത് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ ക്രൈസ്തവ ദൗത്യം നമുക്ക് നമ്മിൽ സംജാതമാവുകയുള്ളൂ. അവിടുത്തെ നാമം എല്ലാ നാമങ്ങളിലും ഉപരിയായ നാമമാണ്. ശ്രീയേശുനാമം അതിശയനാമം എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട്. എല്ലാ നാമത്തിലും മേലായ നാമമുണ്ട്. പക്ഷെ ആ നാമം നമ്മൾ എവിടെയെങ്കിലും ഉച്ചരിക്കാറുണ്ടോ? ആ നാമം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാറുണ്ടോ? ആ നാമത്തിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടോ? നാം ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ നാമത്തോട് ചേർന്ന് നിൽക്കാം, ആ നാമത്തെ മുറുകെ പിടിക്കാം, ആ നാമത്തിന് വേണ്ടി ജീവിക്കാം. 11ാമത്തെ ചിന്ത, എ ബ്ലെസ്സിങ് അവൈലബിൾ ടു ഓൾ. എല്ലാവർക്കും ലഭ്യമായ അനുഗ്രഹം. അപ്പം എന്നത് ഒരു സാധാരണക്കാരൻ്റെ ആഹാരമാണ്. അതെല്ലാ തീന്മേശകളിലും വിളമ്പുന്നതാണ്. അത് രാജാവിനും വിളമ്പും, പ്രസിഡന്റിനും വിളമ്പും, പ്രധാനമന്ത്രിക്കും വിളമ്പും, ദരിദ്രനും ഒരുപോലെ ലഭ്യമാണ്. ഇതുപോലെ ക്രിസ്തുവും എല്ലാവർക്കും ലഭ്യമായ ജീവൻ്റെ ഉറവിടമാണ്. ആർക്കും അപ്രാപ്യനല്ല അവിടുന്ന്. വിനയമുള്ള ഏതൊരു ഹൃദയത്തിനും ഈ ജീവൻ്റെ അപ്പത്തെ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ കൃപ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല എന്നതുകൂടിയാണ് ഇത് തെളിയിക്കുന്നത്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശം പോലെയാണ് ക്രിസ്തുവാകുന്ന അപ്പം. കണ്ണു തുറക്കുന്നവർക്കെല്ലാം അത് കാണാം, വിശക്കുന്നവർക്കെല്ലാം അത് ഭക്ഷിക്കാം. ആയതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയില്ല എന്നാണ്. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം 12 കുട്ടകൾ നിറച്ചെടുത്തു എന്നാണ് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അത് ഭക്ഷിച്ച് തൃപ്തരാകുന്ന അപ്പമാണ്. ആയതുകൊണ്ട് ദൈവകൃപ നേടാൻ നാം അസാധ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് കാര്യമില്ല. വിശ്വാസത്തോടും വിനയത്തോടും കൂടി ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മതി. യേശു അപ്പമായി അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് എല്ലാ മനുഷ്യരുടെയുള്ള മതിലുകൾ തകർക്കുകയായിരുന്നു. ജാതിക്കോ വർണ്ണത്തിനോ ഭാഷയ്ക്കോ ജീവൻ്റെ അപ്പം സ്വീകരിക്കുന്ന തടസ്സമില്ല. ഹൃദയത്തിൻ്റെ ശുദ്ധി വിശ്വാസവുമാണ് ഏക യോഗ്യത എന്ന് പറയുന്നത്. യേശു ക്രിസ്തു, ജീവൻ്റെ അപ്പമാകുന്ന ക്രിസ്തു എല്ലാവർക്കുമായി തുറക്കപ്പെട്ടൊരു വാതിലാണ്. ആർക്കും ഈ സ്നേഹത്തിൽ പങ്കുചേരാം. ഇതാ, പാപത്തിൻ്റെ അടിമത്തിൽ കിടക്കുന്ന, ജീവിതം പ്രയാസങ്ങളുടെ നടുവിലൂടെ, ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ ഒക്കെ നടുവിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നീ. ആർക്കും വേണ്ടാത്ത വ്യക്തിയായിരിക്കാം. ക്രിസ്തു അവൻ്റെ അപ്പത്തിൻ്റെ പങ്കാളികളാകുവാൻ നമ്മളെ വിളിക്കുകയാണ്. അവനോട് നമുക്ക് ചേർന്ന് നിൽക്കാം, അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ആയിരിക്കാം. 12ാമത്തെ ചിന്ത, മുറിക്കപ്പെടുന്ന സ്നേഹം, ദ ലവ് ദാറ്റ് ഈസ് ബ്രോക്കൺ. പ്രിയമുള്ളൊരു അപ്പം പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അതെന്ന് ചെയ്യണം, ഒരു അപ്പം മുഴുവൻ എടുത്ത് നമ്മൾ വായിലോട്ട് ഭക്ഷിക്കില്ല, അത് മുറിക്കപ്പെടണം. ഇതുപോലെ ക്രിസ്തു കുരിശിൽ മുറിക്കപ്പെട്ടതിലൂടെയാണ് ലോകത്തിന് ജീവൻ ലഭിച്ചത്. ഈ വചനം ത്യാഗത്തിൻ്റെ വലിയ സന്ദേശം നൽകുകയാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുമെന്ന് പറയുന്നത്. ജീവൻ്റെ അപ്പമാകുക എന്നാൽ മറ്റുള്ളവർക്കായി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ക്രിസ്തുവിൻ്റെ ബലി മരണം വഴിയാണ് നമുക്ക് നിത്യജീവൻ എന്ന അപ്പം ലഭിച്ചത്. വിശുദ്ധനായ ഇഗ്നാത്യോസ് നൂറാണ് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പ് മണിയാണ്. ക്രിസ്തുവിൻ്റെ നിർമ്മലമായ അപ്പമായി തീരാൻ ഞാൻ വന്യമൃഗങ്ങളുടെ പല്ലുകളാൽ പൊടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നുവെന്ന് കർത്താവ് പറയുന്നുണ്ട്.
നമ്മുടെ വിശുദ്ധ കുർബാനയിലും പറയുന്നുണ്ട്, സ്നേഹത്തിനു വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലാന്ന് വചനം പറയുന്നു. ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മയ്ക്കായി സ്വയം പരിത്യാഗം ചെയ്യാൻ നാം തയ്യാറാകണം. ത്യാഗത്തിലൂടെ ലഭിക്കുന്ന ജീവനാണ് ഏറ്റവും ശ്രേഷ്ഠം. ക്രിസ്തു തന്നെ മുറിച്ചു നൽകിയതുപോലെ നമ്മുടെ സമയവും സമ്പത്തും കഴിവുകളും മറ്റുള്ളവർക്കായി പങ്കുവെക്കാൻ നാം പഠിക്കണം. ഇതാണ് ജീവന്റെ അപ്പത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. മുറിക്കപ്പെട്ട അപ്പമായ ക്രിസ്തു നമ്മെ ഒരുമിപ്പിക്കുകയാണ്. അവിടുത്തെ ത്യാഗം നമ്മുടെ രക്ഷയുടെ ആധാരമാണ്. ഈ സ്നേഹം നുകരുന്നവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. ലോകത്തിൻ്റെ വിശപ്പടക്കാൻ ക്രിസ്തുവിനെ പോലെ സ്വയം നമുക്ക് കഴിയണം. മുറിക്കപ്പെടുന്ന സ്നേഹമാണ് ദൈവരാജ്യത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി മുറിക്കപ്പെട്ടിട്ടുണ്ടോ? ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ നാം പുൽകുമ്പോൾ മക്കൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന മാതാപിതാക്കൾ, ഭാര്യയ്ക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഭർത്താവ്, ഭർത്താവിന് വേണ്ടി മുറിക്കപ്പെടുന്ന ഭാര്യ, ഒരു ഇടവയ്ക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന പുരോഹിതൻ, ഒരു ഭദ്രാസനത്തിന് വേണ്ടി മുറിക്കപ്പെടുന്ന ഒരു മെത്രാപ്പൊലിത്ത, ഒരു സഭയ്ക്ക് വേണ്ടി മുറിക്കപ്പെടുന്നതിൻ്റെ ആത്മീയ തലവൻ, ഇങ്ങനെ മുറിക്കപ്പെടുവാൻ തയ്യാറാകണം. ജീവൻ്റെ അപ്പമായി നമ്മളും മാറണം ക്രിസ്തുവിനെ പോലെ. ആ ക്രിസ്തു നൽകുന്ന ആ ഏറ്റവും വലിയ സന്ദേശവും ഇത് തന്നെയാണ്. 13ാമത്തെ ചിന്ത എന്ന് പറയുന്നത് സിംബൽ ഓഫ് യൂണിറ്റി, ഏകത്വത്തിൻ്റെ പ്രതീകം. ഈ അപ്പം, ക്രിസ്തു പറയുന്നു ഞാൻ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ ഈ അപ്പത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ അനേക ഗോതമ്പ് മണികൾ ചേർന്ന പല വയലുകളിൽ പല സമയത്ത് വിളഞ്ഞ അനേക ഗോതമ്പുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് ചേർക്കപ്പെട്ട് പൊടിക്കപ്പെട്ട് ഒരപ്പമായി മാറുന്നതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ, പല സാഹചര്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ, പല ദേശങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഒന്നായി ക്രിസ്തുവിൽ മാറുന്നു. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ, യാക്കോബായ സുറിയാനി സഭയുടെ അപ്പം ഓരോ അപ്പം വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കാതെ ഓരോ അപ്പത്തിൽ നിന്ന്, എത്ര പേരുണ്ടെങ്കിലും ഒരപ്പത്തിൽ നിന്ന് എല്ലാവർക്കും മുറിച്ചു കൊടുക്കുന്നു. ക്രിസ്തു എന്ന അപ്പത്തെ പങ്കിടുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള വിവേചനങ്ങൾ ഇല്ലാതാകുന്നു. സ്നേഹത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയിലേക്ക് ഈ വചനം നമ്മെ ക്ഷണിക്കുകയാണ്. വിശുദ്ധനായ സിപ്രിയൻ പറയുകയാണ്, അപ്പം പല മണികൾ ചേർന്നുണ്ടാകുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ശരീരം അനേകം വിശ്വാസികളുടെ ഐക്യമാണ്. വിഘടിച്ചു നിൽക്കുന്നവർക്ക് ജീവൻ്റെ അപ്പത്തിൽ പങ്കില്ല. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരപ്പം പങ്കിടുന്നവർ സഹോദരങ്ങളാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നാം തമ്മിൽ കലഹിക്കുന്ന അപ്പത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നവർക്ക് മാത്രമേ ജീവൻ്റെ അപ്പത്തെ യഥാർത്ഥ അവകാശമാവുകയുള്ളൂ. ജീവൻ്റെ അപ്പം നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇഴയാണ്. ക്രിസ്തുവിലൂടെ നാം ദൈവത്തിൻ്റെ കുടുംബമായി മാറുന്നു. ഭിന്നതകൾ മറന്ന് ഒന്നിക്കാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന നമ്മുടെ ഐക്യത്തിലൂടെയാണ്. ഈ ഏകത്വം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഉറച്ച തീരുമാനമെടുക്കാം. 14ാമത്തെ ചിന്ത നമ്മളോട് ഇവിടെ ഓർപ്പിക്കുകയാണ്, കൾച്ചർ ഓഫ് ഷെയറിങ്, പങ്കിടലിൻ്റെ സംസ്കാരം. അപ്പം പങ്കുവയ്ക്കാനുള്ളതാണ്. ക്രിസ്തുവിനെ നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറയുകയാണ്. സുവിശേഷ പ്രഘോഷണം നമ്മുടെ കടമയാണെന്ന് നാം തിരിച്ചറിയണം. ഈ അപ്പത്തെ നാം സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ പോകുമ്പോൾ നമ്മൾ സ്വീകരിച്ച അപ്പം മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുവാൻ നാം തയ്യാറാകണം. എങ്ങനെയാണ് തയ്യാറാകുന്നത്? അത് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, മറിച്ച് ആ അപ്പം സ്വീകരിച്ച് നമ്മൾ മറ്റുള്ളവരെയും അപ്പത്തിന് അർഹരാക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടണം. അതായത് സുവിശേഷ പ്രഘോഷണം നമ്മുടെ കടമയാണെന്ന് തിരിച്ചറിയണം. മറ്റുള്ളവർക്ക് ജീവൻ്റെ അപ്പത്തെ പകർന്നു കൊടുക്കുവാൻ നാം തയ്യാറാകണം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുവാൻ സാധിക്കണം. ക്രിസ്തു നൽകുന്ന സ്നേഹവും സമാധാനവും നാം രുചിച്ചറിയണം. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കണം. യേശുവാണ് നമ്മെ വഴി നടത്തുന്നത്. യേശു മാത്രമാണ് നമ്മുടെ രക്ഷകൻ. അവനല്ലാതെ നമുക്ക് മറ്റൊരു രക്ഷയില്ല. അത് നാം തിരിച്ചറിയണം. ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ അപ്പം, ക്രിസ്തുവാകുന്ന അപ്പത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. 15ാമത്തെ ചിന്ത, ദ ഇൻകറപ്റ്റബിൾ ബ്രെഡ് ഫ്രം ടെമ്പറൽ മന്ന ടു എറ്റേണൽ ലൈഫ്. അക്ഷയമായ അപ്പം, താൽക്കാലിക മന്നയിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള ആ അക്ഷയമായ അപ്പത്തെയാണ് 15ാമത്തെ ചിന്തയിൽ നമുക്ക് കാണുന്നത്. അതായത് മനുഷ്യൻ്റെ വിശപ്പടക്കാൻ ലോകം പലതും വാഗ്ദാനം ചെയ്യുന്നു. പണം, പദവി, ബന്ധങ്ങൾ എന്നിവയെല്ലാം. ഇതൊരു പരിധിവരെ നമുക്ക് സംതൃപ്തി നൽകിയേക്കാം.
ഇവിടെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിൽ ലഭിച്ച മന്ന പോലെയാണ്. അവയെല്ലാം താൽക്കാലികമായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി, അത് നശിച്ചു പോയി, കേടുവന്നു. എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ജീവന്റെ അപ്പത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. ആ പഴയ നിയമത്തിലെ മന്ന അത് കേടുവരുന്നതായിരുന്നു, താൽക്കാലികമായിരുന്നു. അത് മരണം തടഞ്ഞില്ല. മന്ന കഴിച്ച പിതാക്കന്മാരെല്ലാം മരിച്ചുപോയി എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്നാൽ യേശു തരുന്ന ജീവന്റെ അപ്പം അത് മാറ്റമില്ലാത്തതാണ്, നിത്യജീവൻ നൽകുന്നു, പൂർണ്ണ സംതൃപ്തി നൽകുന്നു. ആയതുകൊണ്ട് മറ്റെല്ലാ അപ്പങ്ങളും തോക്കുന്നിടത്ത് യേശു ജയിക്കുകയാണ്. ലോകം തരുന്നവെല്ലാം കാലപ്പഴക്കത്തിൽ അഴുകിപ്പോകുമ്പോൾ ക്രിസ്തു നൽകുന്ന ജീവൻ കൂടുതൽ പ്രകാശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ മന്നാകളേക്കാൾ ഉപരിയായി ഒരിക്കലും കേടുവരാത്ത ജീവൻ്റെ അപ്പമാകുന്ന യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. യേശുവിനോട് ചേർന്ന് നിൽക്കാം. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ കടന്നു പോകരുത്, ബന്ധങ്ങൾ കടന്നു പോകരുത്. ഇത് ലോകത്തിൻ്റെ സംതൃപ്തിയാണ്. പക്ഷെ ക്രിസ്തുവിൽ സംതൃപ്തി അത് നഷ്ടപ്പെട്ടു പോലും, ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, മന്ന ശരീരത്തെ പോഷിപ്പിച്ചു, എന്നാൽ ആത്മാവിനെ മരണത്തിൽ രക്ഷിക്കാൻ അതിന് കഴിഞ്ഞില്ല. അത് വരാനിരിക്കുന്ന യഥാർത്ഥ അപ്പത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. ഭൗതികമായ നേട്ടങ്ങൾ ജീവിതത്തിൽ സന്തോഷം നൽകുമെങ്കിൽ അതും നിത്യമല്ല. മന്ന ഭക്ഷിച്ച പിതാക്കന്മാരുടെ ഉദാഹരണം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ലോകം നൽകുന്ന ഏതൊരു നന്മയ്ക്കും ഒരു അവസാനമുണ്ട്. എന്നാൽ ക്രിസ്തു നൽകുന്ന ജീവൻ അവസാനമില്ല. ഈ ലോകത്തിലെ സുഖങ്ങൾ മാത്രം മനം വയ്ക്കാതെ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കണം. 16-ാമത്തെ ചിന്ത, വൈൽഡർനെസ് ആൻഡ് സ്പിരിച്വൽ ഡിക്കേ. മരുഭൂമിയിലെ അലച്ചിലും ആത്മീയ തളർച്ചയും. മരുഭൂമിയിൽ ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു. ഇവിടെ വെച്ച് അവർക്ക് മന്ന ലഭിച്ചുവെങ്കിൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു. ആത്മീയമായ സംതൃപ്തിയില്ലാത്ത ആഹാരം കേവലം അതിജീവനത്തെ മാത്രമേ സഹായിക്കൂ. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചു എന്നത് അവരുടെ അവിശ്വാസത്തെയും ലോകത്തോടുള്ള ബന്ധത്തെയും കൂടി സൂചിപ്പിക്കുകയാണ്. മരുഭൂമി എന്നത് ആത്മീയമായ ശൂന്യത കൂടി അടയാളമാണ്. പ്രിയമുള്ളവരെ, ജീവിതം ഒരു മരുഭൂമി പോലെയാണ്. ചിലരുടെ മനസ്സൊരു മരുഭൂമി പോലെയാണ്. നമ്മുടെ ഹൃദയം ഒരു മരുഭൂമി പോലെയാണ്. ഈ മരുഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ മന്ന ആവശ്യമാണ്, ജീവൻ്റെ മന്ന. വിശുദ്ധ കുർബാന. വിശുദ്ധനായ അന്തോണിയോസ് പറയുകയാണ്, മരുഭൂമിയിൽ ജീവിച്ചിരുന്ന അവനായിരുന്നു വിശുദ്ധ അന്തോണിയോസ്. ആ പുണ്യപിതാവ് പറയുകയാണ്, ലോകമാകുന്ന മരുഭൂമിയിൽ മന്ന കൊണ്ട് മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്നവർ മരണത്തിന് കീഴടങ്ങും. എന്നാൽ ദൈവവചനത്താൽ ജീവിക്കുന്നവർ നിത്യത പ്രാപിക്കും. അവർ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചു എന്ന് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, മന്നായും കാടപ്പക്ഷി അവർക്ക് ലഭിച്ചു. വിശ്വാസമില്ലാത്തവൻ്റെ ഉള്ളിൽ മന്ന എല്ലാം അഴുകിപ്പോകും. ദൈവവചനത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത മന്ന കഴിച്ചിട്ടും കനാൻ നാട്ടിലെത്തുന്നതിന് മുമ്പ് പലരും മരിച്ചു. ഇതിന് കാരണം അവരുടെ ഹൃദയകാഠിന്യമായിരുന്നു. ഭൗതികമായ അത്ഭുതങ്ങൾ കൊണ്ട് മാത്രം ഒരാൾക്കും ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മരുഭൂമിയിലെ അനുഭവം നമുക്കൊരു തക്കീതാണ്. ദൈവത്തിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ദാതാവിനെ മറന്നു പോകരുത്. ആയതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, മരുഭൂമി അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ മരുഭൂമിയിൽ നമുക്ക് ആകെ ആശ്രയം നമ്മുടെ ജീവൻ, ആത്മീയ ജീവൻ നിലനിർത്താൻ ജീവൻ്റെ മാന്യാകുന്ന ക്രിസ്തു, വിശുദ്ധ കുർബാന മാത്രമേ ഉള്ളൂ നാം തിരിച്ചറിയണം. 17-ാമത്തെ ചിന്ത, മരണത്തിൻ്റെ അനിവാര്യതയും അപ്പവും. ഇന്നവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ആൻഡ് ബ്രെഡ്. മരണം എന്നൊരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഭൗതികമായ സകലതും പരാജയപ്പെടുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ന പോലും മനുഷ്യന് മരണത്തിൽ രക്ഷിക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല. ഇത് മനുഷ്യൻ്റെ നിസ്സഹാവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്. മരണത്തെ ജയിക്കാൻ സ്വർഗീയമായ മറ്റൊരു അപ്പം ആവശ്യമാണ്. ക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുകയാണ്. നശ്വരമായ ആഹാരത്തിന് അനശ്വരമായ ജീവൻ നൽകാൻ കഴിയില്ല. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, മരണത്തിന് മന്നായ ഭയമില്ലായിരുന്നു. എന്നാൽ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ കണ്ടപ്പോൾ മരണം പേടിച്ചോടിപ്പോയി. പാപത്തിൻ്റെ ശമ്പളം മരണമാകുമെന്ന് പറയുന്നുണ്ട്. മന്നായയ്ക്ക് പാപത്തെ നീക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ മരിച്ചത്. പ്രിയമുള്ളവരെ, മരണത്തിന് കീഴടങ്ങുന്ന ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. മരണത്തെ ജയിക്കാൻ കഴിയുന്ന ആത്മീയ പോഷണം സ്വീകരിക്കുക. നമ്മുടെ അവസാനത്തെക്കുറിച്ച് ബോധമുള്ളവരെ ജീവിക്കുന്ന വിശുദ്ധിയിൽ വളരാൻ സഹായിക്കും.
നല്ല ഭക്ഷണം കഴിച്ചാലും, എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും മനുഷ്യൻ മരണത്തിന് വിധേയനാണ്. മന്ന എന്നത് താൽക്കാലിക ആശ്വാസമായിരുന്നു. മരണത്തെ തോൽപ്പിക്കണമെങ്കിൽ മരണമില്ലാത്തവനായി ക്രിസ്തുവിൽ നിന്ന് നാം ഭക്ഷിക്കണം. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ പാടുന്നുണ്ട്, എൻ്റെ ശരീരം എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ പാതാളത്തിൽ വിടില്ല എന്ന്. എൻ്റെ ശരീരം ഭക്ഷി, ആ പാട്ടുകൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വാങ്ങിപ്പോയവരുടെ കുക്കിലുകളിൽ പാടുന്നുണ്ട്. അത് വചനത്തോട് ചേർത്ത് വെച്ച് എഴുതിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിച്ചാൽ മന്ന ഭക്ഷിക്കുന്നതല്ല, ഒരിക്കലും ഒരു കാലത്തും മരണം ഉണ്ടാവില്ല, അവൻ നിത്യജീവൻ അവകാശിയായി തീരുമെന്നാണ് വചനം പറയുന്നത്. 18ാമത്തെ ചിന്ത പറയുകയാണ്, ലെസൺസ് ഫ്രം ആൻസസ്റ്റേഴ്സ്. മുൻ തലമുറയുടെ അനുഭവം നമുക്കൊരു പാഠമാണ്. ചരിത്രം നമുക്കൊരു കണ്ണാടിയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ, വചനം ഇങ്ങനെയാണ് പറയുന്നത്, 48ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എന്നാൽ അവർ മരിച്ചുപോയി എന്ന് പറയുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ, ചരിത്രം നമുക്കൊരു കണ്ണാടിയാണ്. മുൻ തലമുറയ്ക്ക് സംഭവിച്ച തെറ്റുകളും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായ പാത ലഭിക്കുന്നു. പിതാക്കന്മാരുടെ പരാജയം നമ്മുടെ പരാജയമായി മാറരുത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധനായ സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് പറയുകയാണ്, പിതാക്കന്മാരുടെ ശവകുടീരങ്ങൾ നമുക്ക് പ്രസംഗ പീഠങ്ങളാണ്. അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയെക്കുറിച്ചാണ്. വചനത്തിൽ പറയുന്നുണ്ട്, മുൻപ് എഴുതിയിട്ടുള്ളവയെല്ലാം നമ്മുടെ ഉപദേശത്തിനായിട്ടായിരുന്നു. വചനം പറയാണ്, പിതാക്കന്മാരുടെ അതിരുകൾ മാറ്റരുതെന്ന്. ദൈവവചനത്തോട് ചേർന്നിരിക്കുമ്പോൾ പിതാക്കന്മാർക്ക് മന്ന നൽകിയ ദൈവം അവരുടെ അനുസരണക്കേട് കാട്ടിയപ്പോൾ അവരെ ശിക്ഷിക്കുകയും ചെയ്തു. ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അവരുടെ ജീവിതം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് നമ്മൾ പാരമ്പര്യത്തിൽ, ചിലർ പറയാറുണ്ട്, ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ്, ഇന്ന വ്യക്തികൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു, ഞാൻ ഇന്ന വീടാണ്, എനിക്ക് ഇത്ര ഇതുണ്ട്. നമ്മൾ ഒരിക്കലും പാരമ്പര്യത്തിൽ ഊന്നരുത്. പാരമ്പര്യത്തെ സഭ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും പൊള്ളയായ പാരമ്പര്യത്തെ, പൊള്ളത്തരം നിറഞ്ഞ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കരുത്. പിതാക്കന്മാരുടെ വിശ്വാസം പാരമ്പര്യത്തിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരമില്ല തിരുമേനിയുടെ കുടുംബത്തിൽ നിന്നാണ്. ആ വ്യക്തിയോട് ഒരിക്കൽ കൂടി ചോദിച്ചു, ആ പരമില്ല തിരുമേനിയുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? പിതാക്കന്മാരുടെ വിശ്വാസം നമുക്ക് മാതൃകയാകണം. അവരുടെ പരാജയം നമുക്ക് താക്കീതായിരിക്കണം. അനുദിനം ക്രിസ്തുവിൽ പുതുക്കപ്പെടാൻ അത് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ പുൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ദാനങ്ങളെ വില കുറച്ച് കാണരുത്. വിശ്വസ്തയോടെ ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പിതാക്കന്മാരുടെ തെറ്റുകൾ ആവർത്തിക്കാതെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. 19ാമത്തെ ചിന്ത, ഗോഡ്സ് മേഴ്സി ആൻഡ് ഹ്യൂമൻ ഇൻഫിഡാലിറ്റി. ദൈവത്തിൻ്റെ കരുണയും മനുഷ്യൻ്റെ അവിശ്വസ്തതയും. ഇസ്രായേൽ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. ഇസ്രായേൽ ജനത ദൈവത്തിനെതിരെ പിറുപിറുത്തിട്ട് അവർക്ക് മന്ന നൽകി. ദൈവത്തിൻ്റെ അളവറ്റ കരുണയെ കാണിക്കുകയാണ്. അവർ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചില്ല. ഈ വചനം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്, അതിൻ്റെ ഫലമായിട്ട് അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു. ദൈവത്തിൻ്റെ ദാനം സ്വീകരിച്ചിട്ടും ദാതാവിനോട് വിശ്വസ്തത കാട്ടാത്തതിൻ്റെ ദുരന്തമാണിത്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവം ആകാശത്തു നിന്ന് അപ്പം വർഷിച്ചു, എന്നാൽ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പരാതികൾ വർഷിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ അവിശ്വസ്തതയേക്കാൾ വലുതാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ നാം പലപ്പോഴും ഭൗതികമായ കുറവുകൾ പരാതിപ്പെട്ട് ആത്മീയ നേട്ടങ്ങൾ കളഞ്ഞു കുളിക്കുകയാണ്. പിതാക്കന്മാർക്ക് സംഭവിച്ചാൽ നമുക്കും ആത്മീയ മരണം സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്, എന്നാൽ മനുഷ്യൻ അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മൾ ചേർന്നിരുന്ന് ചിന്തിക്കുമ്പോൾ, ഈ വചനത്തോട് ചേർന്നിരുന്ന് ചിന്തിക്കുമ്പോൾ, ഈ വചനം നമ്മളോട് പറയുന്ന വ്യക്തമായൊരു സാക്ഷ്യമുണ്ട്. നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായിട്ട് ദൈവത്തെ നന്ദിയോടെ അനുദിനം ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും സാധിക്കുന്നുണ്ടോ? നിൻസ്തുതിയും ഹാലലുയായും എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതെന്ന് പാടുമ്പോൾ, പ്രഭാത പ്രാർത്ഥനയിൽ പാടുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർന്നിരുന്ന് ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിനെ ഇടപെടാതെ സ്തുതിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുവാനായിട്ട്
നമുക്ക് സാധിക്കണം. അതാണ് ഈ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. 20ാമത്തെ ചിന്ത, അത്ഭുതങ്ങൾ രക്ഷയ്ക്ക് ആധാരമല്ല. മിറക്കിൾസ് ആർ നോട്ട് ദ ഫൗണ്ടേഷൻ ഓഫ് സാൽവേഷൻ. മന്ന എന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. എന്നിട്ടും ആ അത്ഭുതം കണ്ടവരും അനുഭവിച്ചതും മരണത്തിന് കീഴടങ്ങി. ഇന്ന് എല്ലാ വിശ്വാസികളും അത്ഭുതങ്ങളുടെ പുറകെ പോവുകയാണ്. അത്ഭുതങ്ങൾ ഒരാളെ രക്ഷിക്കുകയില്ല. യഥാർത്ഥ രക്ഷ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഐക്യത്തിലൂടെയാണ് ലഭിക്കുന്നത്. അത്ഭുതങ്ങൾക്കായി ഓടുന്നവർ പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ മറന്നുപോവുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങൾ എവിടെയുണ്ടോ അങ്ങോട്ടാണ് ആളുകളെല്ലാം ഓടുന്നത്. വിശുദ്ധനായ സ്വർണ്ണനാവുകാരനായ യുവാനൂസ് പറയുകയാണ്, അത്ഭുതങ്ങൾ കണ്ണുകളെ സന്തോഷിപ്പിക്കുന്നു, എന്നാൽ വചനം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. അത്ഭുതങ്ങൾ ഭക്ഷിച്ചവരല്ല, വചനം കേട്ടവരാണ് രക്ഷിക്കപ്പെടുന്നത്. ആയതുകൊണ്ട് വചനം തന്നെ പറയുന്നുണ്ട്, അവിശ്വസ്തമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. കർത്താവ് പറയാണ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാഴ്ചകൾ കൊണ്ട് വയറ് നിറയുകയില്ല, കണ്ണഞ്ചിപ്പിക്കുന്നതെല്ലാം പൊന്നുമല്ല. ആയതുകൊണ്ട് പലരും അത്ഭുതങ്ങൾ കാണുമ്പോൾ ദൈവത്തിലേക്ക് വരും, എന്നാൽ അത്ഭുതങ്ങൾ ഇല്ലാതാകുമ്പോൾ ദൈവത്തെ വിട്ടുപോകും. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ അത്ഭുതങ്ങൾ നടന്ന പല സ്ഥലങ്ങളും ഇന്ന് ശുഷ്കിച്ചു പോയിരിക്കുകയാണ്. മന്ന ലഭിച്ച ഇസ്രായേൽ ജനം ചെയ്തതും ഇത് തന്നെയായിരുന്നു. യഥാർത്ഥ വിശ്വാസം കർത്താവിൻ്റെ വചനത്തിലാണ് ഉറപ്പിക്കേണ്ടത്. അത്ഭുതങ്ങൾ രക്ഷാമാർഗമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂചനകൾ മാത്രമാണ്. മന്ന ഭക്ഷിച്ചവർ മരിച്ചു എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ അനിവാര്യതയാണ്. ക്രിസ്തുവിനെ നമ്മുടെ ജീവൻ്റെ അപ്പമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മരണമില്ലാത്ത ജീവിതം ലഭിക്കുകയുള്ളൂ. അടയാളങ്ങൾക്കപ്പുറം ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അത്ഭുതങ്ങൾക്കല്ല, ദൈവത്തിന് മഹത്വം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. 21ാമത്തെ ചിന്ത, ദ ഇൻകറപ്റ്റബിൾ ബ്രെഡ് ഫ്രം ദ ടെമ്പറൽ മന്ന ടു എറ്റേണൽ ലൈഫ്. അക്ഷയമായ അപ്പം താൽക്കാലിക മണ്ണിൽ നിന്ന് നിത്യജീവനിലേക്ക്. മരണമെന്ന സത്യത്തെ നാം തിരിച്ചറിയണം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചെങ്കിലും മരിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, ലോകം നമുക്ക് നൽകുന്ന അപ്പങ്ങൾ 2 കാര്യങ്ങൾ പരാജയപ്പെടുന്നു. ഒന്ന് അഴുകുന്നു, സ്പോയിലാവുന്നു. 2 തൃപ്തിയും വരുന്നില്ല. ക്രിസ്തു നൽകുന്ന അപ്പം നിത്യജീവനും പരാജയപ്പെടാത്ത അപ്പവുമാണ്. നമ്മൾ ഭൗതികമായ ഇതിനപ്പുറത്ത് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ. നമുക്ക് നമ്മുടെ ആയുസ്സും മന്നായ പോലെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തീർന്നു പോകാത്ത നിത്യജീവൻ കേന്ദ്രീകരിക്കാൻ നമ്മൾ മരണത്തിന് വേണ്ടി ഒരുക്കപ്പെടണം. നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിലോ എപ്പോഴും എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യം: മരണം, ന്യായവിധി, സ്വർഗം, നരകം എന്നാണ്. നമ്മളെപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങണം. ഇന്ന് മരിച്ചാൽ നമ്മളുടെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും? നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുമോ? നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ? അതിനൊക്കെ എന്തൊക്കെയാണ്? ചിലരൊക്കെ മരണത്തിന് വേണ്ടി കല്ലറകൾ വരെ ക്രമീകരിച്ചിട്ടുണ്ട്. മരണത്തിന് വേണ്ടി, മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മരണാനന്തരം 40 നടത്തുവാനായിട്ട് പണം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെപ്രകാരമാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവസന്നിധിയിലേക്ക് ഞാൻ ചേർന്നിരിക്കുന്ന ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നാം മരിച്ചിട്ടുണ്ടെങ്കിൽ നിത്യതയിൽ കടക്കുമോ? നിത്യതയിലേക്ക് കടന്നു പോകാൻ നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തായിരിക്കുമ്പോൾ ക്രമീകരിക്കാം. 22ാമത്തെ ചിന്ത 49ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു, അതിൽ നിന്നും ഒരുവൻ ഭക്ഷിച്ചാൽ അവൻ മരിക്കുകയില്ല. വിവേചനമില്ലാത്ത വിരുന്ന്, ഇൻക്ലൂസീവ് ബാങ്ക്വറ്റ്. അത് അർഹത നോക്കാത്ത കൃപ. മരുഭൂമിയിൽ മന്ന ലഭിച്ചത് ഇസ്രായേൽക്കാർക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരുപാട് ജാതി, ഫെലിസ്തരും ഇസ്മായിലരും മറ്റ് അമോന്യരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും മരുഭൂമിയിൽ മന്ന ലഭിച്ചില്ല, ഇസ്രായേൽക്കാർക്കും മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രിസ്തു പുതിയൊരു വാതിലൂടെ തുറക്കുകയാണ്. അത് ലോകത്തിലെ വിരുന്നുകൾ പലപ്പോഴും ക്ഷണം ലഭിക്കുന്ന പദവിയും സമ്പത്തുള്ളവർക്കാണ്. എന്നാൽ ക്രിസ്തു ഇവിടെ തുറക്കപ്പെടുന്ന വാതിലുകൾക്ക് ഒരു പ്രത്യേകത. പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ പാപിയെന്നോ പുണ്യവാളനെന്നല്ല, എല്ലാവർക്കും ഒരേ അപ്പം. നമ്മുടെ കുറവുകളെ, പരാജയങ്ങൾ നോക്കാതെ തന്നെ പറയുകയാണ്. ഇവിടെ വചനം അതാണ് പറയുന്നത്, അതിൽ നിന്നും ഒരുവൻ ഭക്ഷിച്ചാൽ അവൻ മരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഒരുവൻ ഭക്ഷിച്ചാൽ അവൻ മരിക്കുകയില്ല.
ഈ ആരെങ്കിലും ഭക്ഷിച്ചാൽ, ഒരുവൻ ഭക്ഷിച്ചാൽ മരിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാൻസിയാൻസിലെ ഗ്രിഗോറിയോസ് അത് വളരെ വ്യക്തമായിട്ട് അതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ വിരുന്ന് എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നു. വിശക്കുന്നവന് മാത്രമേ ഈ അപ്പത്തിൻ്റെ രുചി അറിയാൻ കഴിയുള്ളൂ. ആത്മീയമായ വിശപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ വിധിക്കാനോ മാറ്റി നിർത്താനോ നാം മുതിരരുത്. നമ്മൾ മൂലം പള്ളി വിട്ടുപോയ എത്ര പേരുണ്ട് നമ്മുടെ പള്ളിയിൽ? നമ്മൾ കാരണം പള്ളിയിൽ വരാത്ത എത്ര പേരുണ്ട്? നാം ഈ ആത്മീയ ഭക്ഷണം സ്വീകരിക്കുന്ന പോലെ മറ്റുള്ളവർക്കും അത് ലഭിക്കാൻ സഹായിക്കണം. വിവേചനമില്ലാത്ത സ്നേഹം നമ്മുടെ ജീവിത മുദ്രയാകണം. ദൈവരാജ്യത്തിൻ്റെ ഭക്ഷണം എല്ലാവർക്കും സൗജന്യമാണ്. ഇവിടെ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ വേർതിരിവില്ല. വിനയത്തോടെ വരുന്ന എല്ലാവർക്കും ക്രിസ്തുവാകുന്ന അപ്പത്തെ സ്വീകരിക്കാം. ഈ വിരുന്ന് ലോകത്തിൻ്റെ അറ്റത്തുള്ളവർക്കും വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ഈ ക്ഷണം വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ലഭിച്ച ഈ കൃപ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാം. ആരെയും തള്ളിക്കളയാത്ത ക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്കുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 23ാമത്തെ ചിന്ത, ആത്മീയ പോഷണത്തിൻ്റെ അനിവാര്യത, നെസസിറ്റി ഓഫ് സ്പിരിച്വൽ നറിഷ്മെൻറ്റ്. ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അതിൽ നിന്ന് ഒരുവൻ ഭക്ഷിച്ചാൽ അവൻ മരിക്കുകയില്ല. ഭക്ഷണം കാണുന്നതുകൊണ്ട് മാത്രം വിശപ്പ് മാറില്ല, അത് ഭക്ഷിക്കണം. അതുപോലെ ക്രിസ്തുവിനെ അറിയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അവൻ്റെ ജീവിതത്തെ ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. കൂദാശകളിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെ എല്ലാം ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ് ഭക്ഷിക്കുക എന്നുകൊണ്ടിവിടെ അർത്ഥമാക്കുന്നത്. വിശ്വാസിയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ പോഷണം ഓരോ നിമിഷവും അനിവാര്യവും ആവശ്യവുമാണ്. വിശുദ്ധനായ മക്കാറിയോസ് പറയാണ്, ഭക്ഷണം കഴിക്കാത്തവൻ ക്ഷീണിക്കുന്ന പോലെ ക്രിസ്തുവാകുന്ന അപ്പം ഭക്ഷിക്കാത്ത ആത്മാവ് മരിക്കാനിടയാകും. സദാസമയം ദൈവത്താൽ പരിപോഷിപ്പിക്കപ്പെടുക, അതാണ് വിശ്വാസിക്ക് വേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് ഭക്ഷണം കാണുന്നുണ്ട്, പക്ഷേ അത് ഭക്ഷിക്കുന്നില്ല. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്, മിക്കവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ക്രിസ്തുവാകുന്ന ഭക്ഷണം നമുക്കുണ്ട്, പക്ഷെ അത് ഭക്ഷിക്കുന്നുണ്ടോ നമ്മൾ? അതെയോ നമ്മൾ വെറും നാമമാത്ര ക്രിസ്ത്യാനിയായി മാറുന്നുണ്ടോ? ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. പ്രാർത്ഥനയും വചനപാരായണവും ഉപേക്ഷിക്കുന്ന ആത്മാവിനെ പട്ടിണിക്കിടുന്നതിന് തുല്യമാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. അനുദിനം ക്രിസ്തുവിനെ ശക്തി സ്വീകരിക്കുവാൻ പ്രാർത്ഥനയും തിരുവചന പാരായണവും വിശുദ്ധ കുർബാന അനുഭവവും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ നന്മകൾ വളരണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം. സ്വർഗീയമായ അപ്പം ഭക്ഷിക്കുന്നതോടെ നമുക്ക് പാപങ്ങളെ നേരിടാനുള്ള കരുത്ത് ലഭിക്കുക. ആത്മീയമായി ആയിരിക്കാൻ ഈ ഭക്ഷണം നമുക്ക് മാറ്റി നിർത്താനാവുകയില്ല. അതുകൊണ്ട് ഭക്ഷണം എന്ന പ്രക്രിയ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു ശീലമാക്കണം. വചനം കേവലം ഒരു ചടങ്ങല്ല ഇത്, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള മാർഗമായി അതിനെ കാണും. 24ാമത്തെ ചിന്ത, ലോകത്തിന് ആശ്വാസം നൽകുന്ന അപ്പം, ബ്രെഡ് ഫോർ വേർഡ്സ് കംഫോർട്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. ലോകം വേദനയിലും ദുഃഖത്തിലും കഴിയുമ്പോൾ ആശ്വാസമായി ഇറങ്ങി വന്ന അപ്പമാണിത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തളർന്ന ഹൃദയങ്ങൾക്ക് ഉന്മേഷം നൽകുകയാണ്. പാപഭാരത്താൽ കഴിയുന്ന മനുഷ്യന് സ്വർഗത്തിൽ നിന്നുള്ള ഈ ഭക്ഷണം വിടുതൽ നൽകുകയാണ്. ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം ഈ അപ്പത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. വിശുദ്ധനായ അപ്പറം പറയുകയാണ്, ഈ അപ്പം ലോകത്തിൻ്റെ ദുഃഖങ്ങളെ മാറ്റുന്ന അമൃതാണ്. ഇത് ഭക്ഷിക്കുന്നവൻ്റെ കണ്ണുനീരിൻ്റെ താഴ്വരയിലും പുഞ്ചിരിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരരുത്, നിരാശപ്പെടരുത്. സ്വർഗം നമുക്കായി ജീവൻ്റെ അപ്പത്തെ ഒരുക്കിയിട്ടുണ്ട്. ഈ അപ്പത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിനായും മാറാനും ഇത് നമുക്ക് സാധിക്കണം. ദുരിതങ്ങൾക്കിടയിൽ മനുഷ്യൻ ശാന്തി തേടി അലയുമ്പോൾ ക്രിസ്തുവാകുന്ന അപ്പം നമ്മുടെ ഹൃദയത്തിൽ സമാധാനത്തിൻ്റെ വിത്തുപാകുന്നു. ഈ സ്വർഗീയ പോഷണം മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന് നമ്മൾ മുഖാന്തരമായി തീരണം. ലോകത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നേരിടാനും ഈ സ്വർഗീയ ഭക്ഷണമുണ്ടെങ്കിൽ നമുക്ക് ഭയമുണ്ടാവുകയില്ല. 25ാമത്തെ ചിന്ത, ആത്മീയ ദൃഷ്ടി തുറക്കുന്ന അപ്പം, ബ്രെഡ് ദാറ്റ് ഓപ്പൺ സ്പിരിച്വൽ ഐസ്. എമ്മോസിലെ ശിഷ്യന്മാർ അപ്പം മുറിച്ചപ്പോൾ കർത്താവിനെ തിരിച്ചറിഞ്ഞതുപോലെ ഈ സ്വർഗീയ അപ്പം നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കുന്നു. ലോകത്തിൻ്റെ മായകളെ തിരിച്ചറിയാനും ദൈവത്തിൻ്റെ സത്യം മനസ്സിലാക്കുവാനും ഈ ഭക്ഷണം നമ്മെ സഹായിക്കുന്നു. ഈ അപ്പം ഉൾക്കൊള്ളുന്ന ആത്മാവിന് ദിവ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രത്യേക കഴിവ് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നിസയിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നത്, ഈ അപ്പം ആത്മാവിൻ്റെ കണ്ണുകളിലെ തിമിരം മാറ്റുന്നു. ഇത് ഭക്ഷിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ കാണുന്നതല്ല സത്യം,
ദൈവിക വെളിച്ചത്തിൽ മാത്രമേ കാര്യങ്ങളെ ശരിയായി കാണാൻ കഴിയുള്ളൂ. ജീവൻ്റെ അപ്പം ഉള്ളിൽ നമ്മൾ പ്രകാശമായി മാറുമ്പോൾ സത്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരികയും ചെയ്യുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർന്നത് ഉറപ്പിക്കട്ടെ. സൈത്താനിക് വർഷിപ്പിലേക്കൊക്കെ പോകുന്ന ആളുകൾ, അതിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അവിടെയുള്ളവർ ഓരോ വ്യക്തിയെ സ്പർശിക്കുമ്പോഴും അവൻ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടുള്ളതാണെങ്കിൽ അവനെ തൊടാൻ സാധിക്കില്ല എന്ന് പറയുക. പിശാചിന് പോലും വിശുദ്ധ കുർബാനയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത്, അതിൻ്റെ ശക്തി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, വളരെ പരിതാപകരമായൊരു കാര്യമാണ്. ആത്മീയ ദൃഷ്ടി തുറക്കുന്ന ഈ അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ഈ പോഷണം ആവശ്യമാണ്. അന്ധകാരം നിറഞ്ഞ ലോകത്ത് വെളിച്ചമായി അപ്പം വസിക്കുന്നു. നമ്മുടെ കണ്ണുകൾ എപ്പോഴും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താൻ ഈ ഭക്ഷണം സഹായിക്കട്ടെ. 26ാമത്തെ ചിന്ത, ഹിസ് ഫ്ലഷ് ആസ് ദ ഗിഫ്റ്റ്, അവൻ്റെ ദാനമായ ശരീരം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നൽകുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ക്രിസ്തു തൻ്റെ ബലിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്ന വചനം മാംസമായി തീർന്നു. ആ മാംസം ലോകത്തിൻ്റെ പാവപരിഹാരത്തിനായി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ഈ മാംസത്തെ ഭക്ഷിക്കുക എന്നതിലൂടെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ, അവിടുത്തെ സഹനത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ. അതുകൊണ്ടാണ് അലക്സാണ്ടറിലെ വിശുദ്ധ അത്താനാസിയോസ് പറയുന്നത്, നമ്മുടെ ശരീരം രക്ഷിക്കപ്പെടാൻ വേണ്ടി അവിടുന്ന് ശരീരം സ്വീകരിച്ചു. അവിടുത്തെ ശരീരം നമ്മുടെ ആത്മാവിൻ്റെ കോട്ടയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് വചനം പറയുന്നത്. ഇതാ നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമെന്ന് വിശുദ്ധ കുർബാനയിൽ പറയുന്നുണ്ട്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്നാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരം ലോകത്തിന് വേണ്ടിയുള്ള വലിയ ദാനമാണ്. ആ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ ആത്മീയ പോഷണമാണ്. അത് നമുക്ക് രക്ഷയും സമാധാനം നൽകുന്നു. ലോകത്തിന് വേണ്ടി നൽകപ്പെട്ട ഈ ദാനത്തെ നാം ആദരവോടെ സ്വീകരിക്കണം. ക്രിസ്തുവിൻ്റെ വിശുദ്ധ കുർബാന നമുക്ക് ജീവൻ്റെ ഉറവിടമായിരിക്കണം. 27ാമത്തെ ചിന്ത പറയുകയാണ്, ലോകത്തിൻ്റെ ജീവൻ, ലൈഫ് ഓഫ് ദി വേൾഡ്. ക്രിസ്തുവിൻ്റെ ദാനം ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയല്ല, മറിച്ച് ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ്. പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് വേണ്ടിയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കോസ്മോസ് എന്നാണ്. അതൊരു വെറും ഭൂമി മാത്രമല്ല, സൃഷ്ടി മുഴുവനും വേണ്ടി. കോസ്മിക് സാൽവേഷൻ എന്ന് പറയുന്നത് സൃഷ്ടി മുഴുവനും വേണ്ടിയാണ് ഓരോ സുറിയാനി സഭയുടെ പുരോഹിതന്മാരും ബലിയർപ്പിക്കുന്ന സൃഷ്ടി മുഴുവനും വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ ഈ ബലി ഒരു ജനതയ്ക്ക് ഒരു കാലഘട്ടത്തിനുമില്ല, മറിച്ച് ലോകം മുഴുവൻ, ലോകമെന്ന് ഉദ്ദേശിച്ചത് സാർവത്രികം മുഴുവൻ, അഖിലാണ്ടം മുഴുവനും വേണ്ടിയുള്ള, സൃഷ്ടിക്ക് മുഴുവനും വേണ്ടിയുള്ളതാണ്. ക്രിസ്തു ഇവിടെ ഒരു ദാതാവ്, ഗിവർ മാത്രമല്ല, മറിച്ച് അവിടുന്ന് ദാനമായ ഗിഫ്റ്റായി നൽകുകയാണ്. യേശുക്രിസ്തു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്യത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം സോയി ആണ്. ഇവിടെ ജീവൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് സോയി എന്നാണ്, ബയോസ് അല്ല. ബയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വേറൊരു ശാരീരിക ശ്വാസം, അതല്ല യേശുവിടെ ഉപയോഗിച്ച്, മറിച്ച് ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ ജീവനാണ്. ലോകം തരുന്ന ജീവൻ നശ്വരമാണ്, എന്നാൽ യേശു ലോകത്ത് നൽകുന്ന ദൈവത്തിൻ്റെ നിത്യമായ സ്വഭാവമാണ്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നത് അത് നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടാണ്. ജീവൻ നിലനിൽക്കുന്നത് എടുക്കുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവർക്കായി നൽകുന്നതിലാണ്. ലോകത്തിന് ജീവൻ ലഭിക്കേണ്ടതിന് മുറിക്കപ്പെട്ട അപ്പമായ ക്രിസ്ത്യാനോട് ആവശ്യപ്പെടുന്ന മറ്റുള്ളവരുടെ വിശപ്പകറ്റാനും അവർക്ക് ജീവൻ നൽകാനും സ്വയം മുറിക്കപ്പെടാനുമാണ്. 28ാമത്തെ ചിന്ത, ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ ഇൻ്റലക്റ്റ്, മനുഷ്യബുദ്ധിയുടെ പരിമിതി. ഇവിടെ 52ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ തർക്കിച്ചുകൊണ്ട് പരസ്പരം നമുക്ക് ഭക്ഷിപ്പാനായി തൻ്റെ ശരീരം തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവിക രഹസ്യങ്ങളെ കേവല യുക്തി കൊണ്ട് അളക്കാൻ ഇന്ന് ശ്രമിക്കുമ്പോഴാണ് തർക്കങ്ങളുണ്ടാകുന്നത്. ഇന്നും ഇതുപോലുള്ള ഒരുപാട് പരീക്ഷ മനോഭാവമുള്ള മനുഷ്യരെ കാണുവാൻ സാധിക്കും. ഈ പരീക്ഷ മനോഭാവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ നമുക്ക് ഈ സാഹചര്യങ്ങൾ വലിയ
പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ദൈവിക രഹസ്യങ്ങളെ കേവലം യുക്തി കൊണ്ട് അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. യഹൂദന്മാർ ക്രിസ്തുവിൻ്റെ വാക്കുകളെ ഭൗതികമായ അർത്ഥങ്ങൾ കൊണ്ട് മാത്രം കണ്ടു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന സത്യം അവർ മറന്നുപോയി. വിശ്വാസ യുക്തിക്ക് അപ്പുറമായ ഒന്നാണെന്നും ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഹൃദയങ്ങൾ കൊണ്ട് വിശ്വസിക്കണമെന്നും ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവർ തർക്കിക്കുന്നതായിട്ടാണ്. ഈ ഹൃദയം കാഠിന്യമാകുമ്പോൾ വചനം തർക്കവിഷയമായി മാറുകയാണ് പലർക്കും. നമ്മളിന്ന് വചനത്തെ തർക്കിക്കുന്ന മനുഷ്യരെല്ലാം അവരുടെ ഹൃദയം കഠിനമാവുന്നത് കൊണ്ടാണ്. സ്വർണ്ണനാവുകാരൻ ഇവാനീസ് പറയുകയാണ്, തർക്കിക്കുന്നവൻ വാതിക്കൽ നിൽക്കുന്നു, വിശ്വസിക്കുന്നവൻ അകത്ത് പ്രവേശിച്ച് വിരുന്നിൽ പങ്കുചേരുന്നു. തർക്കം കൂടുമ്പോൾ സത്യം മറയുകയാണ്. വാശിയുള്ളൊരു വേഗം ഉണ്ടാവുകയില്ല. വിളക്ക് കെടുത്തിയിട്ട് വെളിച്ചം ഒരു കാരണവശാലും തിരിയാനായിട്ട് പോകരുത്. വചനത്തെക്കുറിച്ച് തർക്കിക്കുന്നതിന് പകരം നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവന് ബുദ്ധിമുട്ടായിരിക്കും. തർക്കിക്കുന്നതിന് പകരം അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. വിനയമുള്ള ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ വെളിച്ചം പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. 29ാമത്തെ ചിന്ത, ക്രിസ്തുവുമായിട്ടുള്ള ആത്മീയ ഐക്യം, സ്പിരിച്വൽ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് 56ാമത്തെ വാക്യത്തിൽ, ഞാൻ അവനിലും വസിക്കുമെന്ന്. ഞാൻ അവനിലും വസിക്കും. ദ പ്രോമിസ് ഓഫ് അബൈഡിങ്. വസിക്കുക എന്ന വാഗ്ദാനം. ഗ്രീക്ക് ഭാഷയിൽ മെനോ എന്ന പദമാണ് ഇതിന് വസിക്കുക എന്നതിൻ്റെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് താൽക്കാലികമായ അതിഥിയായി വരുന്നില്ല, മറിച്ച് ഒരു ഭവനത്തിൽ സ്ഥിരമായി വസിക്കുകയെന്ന്. വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരും ക്രിസ്തു സ്ഥിരമായി വസിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റരുതേ എന്ന്. സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പൊതുവാക്കണമേ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനെ വാസനമാക്കി മാറാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാകുന്നു. കൊമ്പ് വള്ളിയുമായി ചേർന്നിരുന്ന് മാത്രമേ അത് ജീവൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തു ഇവിടെ നൽകുന്ന ഒരു വാഗ്ദാനം ഇരട്ട വാഗ്ദാനമാണ്. നാം അവനിൽ, നമ്മുടെ കുറവുകളും പാപങ്ങളും അവിടുത്തെ കൃപയിൽ പൊതിയപ്പെടുന്നു. അവിടുത്തെ നീതി നമ്മുടെ നീതിയായി മാറുന്നു. രണ്ടാമത്, അവിടുന്ന് നമ്മിൽ വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും വിവേകം നൽകുന്നു. നാം ചെയ്യുന്ന പ്രവർത്തികൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളതായി മാറും. ഈ ഐക്യം എങ്ങനെ നിലനിർത്താം? വിശുദ്ധ കുർബാനയിലൂടെ, തിരുവചനം വായിക്കുന്നതിലൂടെ, പ്രാർത്ഥനയിലൂടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവനിൽ വസിക്കുമെന്ന് യേശു പറയുമ്പോൾ നമ്മുടെ ഏകാന്തത അവസാനിക്കുകയാണ്. നീ ഇന്ന് വേദനയും പ്രയാസങ്ങളും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയാണെങ്കിൽ ക്രിസ്തു നിന്നെ മാടി വിളിക്കുകയാണ്. അവനിൽ നിന്നിൽ വസിക്കാൻ ആഗ്രഹമുണ്ട്. നീ ലോകത്തെ നോക്കേണ്ട ആവശ്യമില്ല. ഈ മനുഷ്യരെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ നോക്കി നീ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ മനുഷ്യരും പലരും പല രീതിയിൽ സംസാരിക്കും. നീ ഭാരപ്പെടേണ്ട. നീ ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ക്രിസ്തു നിന്നെ വഴി നടത്തും. ദൈവസന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. അതോടൊപ്പം തന്നെ ഇതൊരു വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. വിശുദ്ധനായ പോളികാർപ്പസ് പറയുകയാണ്, ദൈവം നിൻ്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിൻ്റെ ഹൃദയത്തിൻ്റെ ചപ്പുചവറുകൾ തൂത്തുവാരി വെടിപ്പാക്കണം. പരിശുദ്ധനായ ദൈവം വസിക്കുന്ന ഇടം പരിശുദ്ധമായിരിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുമെന്നാണ് വിശുദ്ധ കുർബാനയിൽ പറയുന്നത്. ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും പാപക്കറകൾ ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. 30ാമത്തെ ചിന്ത, ദ മിഷൻ ആൻഡ് ബീയിങ് സെൻറ്റ്. ദൗത്യവും അയക്കപ്പെടലും. ഇവിടെ വചനം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചിട്ട് പിതാവ് നിമിത്തം ഞാൻ ജീവനുള്ളവനായിരിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവനും ഞാൻ നിമിത്തം ജീവിക്കും. പിതാവ് എന്നെ അയച്ചു. ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് പിതാവിൻ്റെ ദൗത്യം നിർവഹിക്കാനാണ്. ഇതുപോലെ പിതാവ് പുത്രനെ അയച്ചതുപോലെ ഓരോ വിശ്വാസി ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ദൈവഹിതമനുസരിച്ച് പൂർത്തീകരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. എല്ലാവർക്കും ഒരു മിഷനുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം അപ്പോസ്റ്റലോ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തെ അയക്കുക എന്നതിലുപരി വലിയൊരു വേറെ അർത്ഥം കൂടി ഉണ്ട്. അധികാരത്തോടുള്ള അയക്കപ്പെട്ട.
അയക്കുന്ന വ്യക്തിയുടെ പൂർണ്ണ അധികാരത്തോടും ദൗത്യത്തോടും കൂടി ഒരാളെ നിയോഗിക്കുക എന്നാണ് അതിനർത്ഥം. അയക്കപ്പെട്ടവൻ അയച്ചവൻ്റെ പ്രതിനിധിയാണ്. യേശു പിതാവായ ദൈവത്തിൻ്റെ പ്രതിനിധിയായി അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ലോകത്തിലേക്ക് വന്നതുപോലെ നാം ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് ലോകത്തിലേക്ക് കടന്നു ചെല്ലുകയും അവൻ്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യണം. ഈ ചിന്തയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അയക്കപ്പെട്ടവൻ്റെ അനുസരണം, ഒബീഡിയൻസ് ഓഫ് ദ സെൻ. ജീവൻ്റെ കൈമാറ്റം, ട്രാൻസ്ഫർ ഓഫ് ലൈഫ്. പിതാവ്, പുത്രൻ, പിന്നീട് വിശ്വാസി, പരിശുദ്ധാത്മാവ് ഇതിനെ നിയന്ത്രിക്കുന്നു. 3-ാമത്തെ കാര്യം അവർ മിഷൻ, ദൗത്യം. പ്രധാനപ്പെട്ട ചിന്തകളാണ്. നമ്മൾ അയക്കപ്പെട്ടവരല്ലേ, നമ്മൾ അയച്ചവൻ്റെ ഇഷ്ടമാണ് നിർവഹിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അവൻ്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. 31-ാമത്തെ ചിന്ത, പിതാവ് മൂലം ജീവിക്കുന്നു. ദ ലിവിങ് ത്രൂ ദ ഫാദർ. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് പിതാവ് നിമിത്തം ഞാൻ ജീവനുള്ളവരായിരിക്കുന്ന പോലെ എന്നെ ഭക്ഷിക്കുന്നവനും ഞാൻ നിമിത്തം ജീവിക്കും. പുത്രന്റെ ജീവിതം പിതാവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുവിന് പിതാവിൽ നിന്ന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ഈ ഐക്യം കേവലമായ ശാരീരികമല്ല, മറിച്ച് ആത്മീയവും അസ്തിത്വവുമാണ്. പിതാവിൻ്റെ ജീവൻ പുത്രനോട് സജീവമായി തുടരുന്നു. ഇത് സ്നേഹത്തിലൂടെയുള്ള ഒരു കൂടിച്ചേരലാണ്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കുറിലോസ് പറയാണ്, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ജീവന്റെ ചങ്ങല പോലെയാണ്, ഒന്നും മറ്റൊന്നിനെ താങ്ങി നിർത്തുന്നു. ഞാനും പിതാവും ഒന്നാകുമെന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ പിതാവിനെ വിട്ടിട്ട് പുത്രനെ സ്വീകരിക്കുന്ന ഒരു ട്രെൻഡ് പുതുതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൃത്വനാമത്തെ മറന്ന് യേശുനാമത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാലഘട്ടമാണ്. അങ്ങനെയായിരിക്കരുത്. തൃത്വനാമത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും തൃത്വത്തിന് പ്രാധാന്യം നൽകുന്ന പഠിപ്പിക്കലുകളും പ്രാർത്ഥനകളുമാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്നത്. നമ്മുടെ വിജയങ്ങളും കഴിവുകളും ദൈവത്തിന് കടപ്പെട്ടതാണെന്നൊരു ബോധ്യം വേണം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. പിതാവ് പുത്രനോട് കടപ്പെട്ടിരിക്കുന്ന പോലെ നാമും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് നിമിത്തം അല്ലെങ്കിൽ മൂലം. പിതാവ് നിമിത്തം എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. പുത്രൻ്റെ ജീവിതം പിതാവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുവിന് പിതാവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ഈ ഐക്യം കേവലമായ ശാരീരികമല്ല, മറിച്ച് ആത്മീയവും അസ്തിത്വപരവുമാണ്. പിതാവിൻ്റെ ജീവൻ പുത്രനോട് സജീവമായി തുടരുന്നു. ഇത് സ്നേഹത്തിലൂടെ കൂടിച്ചേരലാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ നിമിത്തം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, കാരണം അല്ലെങ്കിൽ നിമിത്തം. 2-ാമത്തെ അർത്ഥം ലക്ഷ്യം. യേശു ജീവിക്കുന്ന പിതാവ് കാരണമാണ്. അതുപോലെ പിതാവിന് വേണ്ടിയാണ് യേശുവിൻ്റെ ജീവൻ്റെ ആധാരവും ലക്ഷ്യവും പിതാവായ ദൈവമാണ്. ആയതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനെ ആശ്രയിച്ചാണ്, എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലെ ജീവിതം? ആശ്രയത്വത്തിൻ്റെ മാതൃക, ക്രിസ്തുവിൽ ആശ്രയത്വത്തിൻ്റെ മാതൃക നമ്മളും പിന്തുടരേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നിമിത്തം നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ ശിഷ്യൻ തൻ്റെ ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ക്രിസ്തു പിതാവിനോട് ചേർന്നിരുന്ന പോലെ നമുക്കും ക്രിസ്തുവിനോട് ചേർന്നിരിക്കാം. നമ്മുടെ ശാരീരിക ജീവിതത്തിനപ്പുറത്ത് പിതാവിൻ്റെ നിത്യജീവൻ നമ്മിൽ വ്യാപരിക്കട്ടെ. ക്രിസ്തു എൻ്റെ ജീവനാകുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്കും ഓരോ ദിവസവും ക്രിസ്തു നിമിത്തം ജീവിക്കാം. ഇവിടെ ഒരു ആത്മീയ ക്രമം കാണുവാൻ സാധിക്കും. ഒരു സ്പിരിച്വൽ ഓർഡർ. പിതാവ്, സകല ജീവൻ്റെ ഉറവിടം സ്വർഗീയ പിതാവാണ്, അവിടുന്ന് ജീവൻ ഉള്ളവനാകുന്നു. 2, പുത്രൻ, ദ ചാനൽ. പിതാവിലുള്ള അതേ ജീവൻ പുത്രനായ യേശുവിലുണ്ട്. പിതാവ് പുത്രനെ അയച്ചിലൂടെ ആ ജീവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 3, ഭക്ഷിക്കുന്നവൻ, ദ റിസീവർ. യേശുവിനെ ഭക്ഷിക്കുന്നവൻ, അവിടുത്തെ വചനവും ബലിയും വിശ്വസിച്ച് ഉൾക്കൊള്ളുന്നവൻ ആ ജീവൻ്റെ ഗുണഭോക്താവായി മാറുന്നു. ഒരു വൈദ്യുത നിലയത്തിൽ നിന്ന് ബൾബിലേക്ക് വൈദ്യുതി എത്തുന്ന പോലെ ദൈവത്തിൻ്റെ നിത്യജീവൻ നമ്മിലേക്ക് എത്തുന്നൊരു ക്രമമുണ്ട്. ആ ക്രമമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 57-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഭക്ഷിക്കുന്നവൻ, ഇവിടെ ഭക്ഷിക്കുന്നവർ കേവലം ഒരു ശാരീരിക പ്രവൃത്തിയില്ല, മറിച്ച് വിശ്വാസത്തിലൂടെയുള്ള സ്വീകരിക്കലാണ്.
നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതുപോലെ ക്രിസ്തുവിൻ നമ്മുടെ ഉള്ളിൽ സേവിക്കുമ്പോൾ അവിടുത്തെ നിത്യജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നു. നമ്മുടെ ജീവൻ്റെ ആധാരം പിന്നെ നമ്മളല്ല, മറിച്ച് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്നാണ് ആ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. 32ാമത്തെ ചിന്ത, പാരമ്പര്യത്തിനപ്പുറം നിത്യമായ പ്രത്യാശ. ബിയോണ്ട് ട്രഡീഷൻ ദ എറ്റേണൽ ഹോപ്പ്. യഹൂദ ജനതയെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന 58ാമത്തെ വാക്യത്തിൽ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകും, നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി, അതുപോലെയല്ല ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് നിത്യമായി ജീവിക്കുമെന്ന് പറയുകയാണ്. യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നായിരുന്നു മരുഭൂമിയിൽ ലഭിച്ച മന്ന. അത് അവരുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു. മോശയോട് ലഭിച്ച മന്ന അവർ സ്വർഗീയ ഭക്ഷണമായി കണ്ടു. തങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നതിൻ്റെ അടയാളമായി അവർ അതിനെ മുറുകെ പിടിച്ചു. യേശു ഒരു വലിയ സത്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ മന്ന ഭക്ഷിച്ച് നിങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും മരിച്ചുപോയി. അതായത് പാരമ്പര്യത്തിന് ശരീരത്തെ താൽക്കാലികമായി നിലനിർത്താനല്ലാതെ ആത്മാവിൻ്റെ നിത്യജീവനം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് പറയുകയാണ്, പാരമ്പര്യം വേണ്ട എന്നല്ല യേശു പറയുന്നത്, പാരമ്പര്യത്തേക്കാൾ ഒരു പരിമിതിയുണ്ട്. പാരമ്പര്യത്തിനപ്പുറത്താണ് ക്രിസ്തു. നമ്മളെല്ലാവരും പഴയ പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ്. ആത്മീയ ജീവിതം വെറും പാരമ്പര്യങ്ങൾ അധിഷ്ഠിതമല്ല. പാരമ്പര്യം വേണ്ട എന്നല്ല, സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുൻതലമുറയിൽ ആരെങ്കിലും വിശ്വാസിയോ പ്രാർത്ഥനക്കാരനായിരുന്നു വിചാരിച്ച് നമ്മളാരും സ്വർഗരാജ്യത്ത് പോവുകയില്ല. നമ്മൾ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിനോട് പഴയ മന്നയുടെ കഥ പറഞ്ഞ് അഭിമാനിക്കുന്നതിനേക്കാൾ ഇന്ന് നമ്മുടെ മുമ്പിലെ ക്രിസ്തുവിനെ സ്വന്തമാക്കേണ്ടത്. അവിടുന്ന് മാത്രമാണ് നമ്മുടെ ഏക പ്രത്യാശ. അവനെ സ്വീകരിക്കുക, അവൻ്റെ ശരീരം ഭക്ഷിക്കുക, അവൻ്റെ രക്തം കുടിക്കുകയും വിശുദ്ധ കുർബാനയോടെ ചെയ്യുക. അതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആയതിന് ഈ 32 ചിന്തകളും നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.